ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഹല്ലേലൂയായിരുന്നു. യോഹന്നാൻ 17:6 ഈശോ നമ്മളോട് സംസാരിക്കുകയാണ്. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി, അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. According to John 17:6, You gave some people to me who were from this world. I have shown them who you are. They were yours and you gave them to me. They have obeyed your message. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിലുപരിയായിട്ട് ലോകത്തിലുള്ള യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി കൂടി ഈശോ പ്രാർത്ഥിക്കുകയാണ് യോഹന്നാൻ 17 ഈശോ ഇന്ന് നമുക്കിവിടെ നൽകുന്ന ഒരു വചനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്, ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി, അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. ഈശോ ഇന്ന് നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു തരുന്നു. നമ്മൾ വിശ്വാസം ജീവിക്കുന്ന ഓരോ വ്യക്തികളോടും ഈശോ പറഞ്ഞു തരികയും ഈശോ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഏകവചനമായി ഇതിനെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുക്കാമോ? നമ്മളെല്ലാവരെയും ലോകത്തിലുള്ളവരാണ്. നമ്മളെല്ലാവരെയും ഈശോയിൽ വിശ്വസിച്ചു, പിതാവായ ദൈവത്താൽ നമ്മൾ ആകൃഷ്ടരായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. യേശുക്രിസ്തുവിനോട് ചേർന്ന് നയിക്കുമ്പോൾ ഈശോ പിതാവിനോട് പറയുകയാണ്, അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി, അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. ശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ പെന്തക്കോസ്തിയുടെ ഈ ദിവസങ്ങളിലേക്കൊക്കെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഈശോയിലായിരിക്കുകയും ഈശോയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ഈശോ പിതാവിനോട് പറയുന്ന ഒരു വചനമായി ഇതിനെ ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുക്കാമോ? നമ്മൾ ലോകത്തിലല്ല, ലോകത്തിൻ്റെതായ മേഖലയിലൂടെ സഞ്ചരിക്കുന്നവരുമല്ല. നമ്മൾ ഏകസത്യദൈവമായ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുകയും അങ്ങനെ നിത്യജീവൻ സ്വീകരിക്കുവാൻ തക്കവണ്ണം യോഗ്യത നേടുകയും ചെയ്യുവരാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്നുണ്ടാകട്ടെ. യേശു പറയുകയാണ്, അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി, അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഈ ഒരു വചന സന്ദേശമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരേണ്ടത്. പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനായ യേശു ഭൂമിയിലേക്ക് വന്നു. ആ ഭൂമിയിലേക്ക് വന്ന യേശുവിനെ അയച്ചത് പിതാവായ ദൈവമാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങൾ ഉള്ളിടത്തോളം കാലം ഈശോയുടെ മക്കളായി പിതാവായ ദൈവത്തിൽ ആകർഷിക്കപ്പെട്ടവരായി നമ്മളെ ഈശോ പിതാവിന് സമർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ലോകത്തിൽ പല കാര്യങ്ങൾ നടക്കും. പക്ഷെ ഇവയെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിനോടായിരിക്കുവാനും അനുതപിച്ച് പശ്ചാത്തപിച്ച് യേശുക്രിസ്തു ജീവിക്കുവാനും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം ഓരോ ദിവസങ്ങളിലും അനുദിനങ്ങളിലും നമ്മുടെ ഹൃദയത്തെ ഊഷ്മളമാക്കുകയാണ്. ഓരോ ദിവസങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴും ഒരുപക്ഷെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനേകം നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന പാപഭംഗിലമായ മേഖലയിലൂടെയൊക്കെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനോട് നമ്മളെ ഒട്ടിച്ചേർക്കുവാൻ വേണ്ടി നമ്മളെ അനുതാപത്തിൻ്റെ ഒരു മേഖലയിലൂടെ കടത്തിക്കൊണ്ടു പോകും. അതിനെ അനുതപിച്ച് പശ്ചാത്തപിച്ച് നിൽക്കുമ്പോൾ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും പിതാവായ ദൈവത്തിനും നമ്മളോട് ചേർന്ന് നിൽക്കുവാൻ, നമ്മളെ ഒട്ടി നിൽക്കുവാൻ നമുക്ക് ത്രാണി നൽകുകയാണ്. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈശോ പറയുകയാണ്, പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കുമ്പോൾ യോഹന്നാൻ 17:12 വചനം 17-11 ഇങ്ങനെ പറഞ്ഞു തരുന്നു, പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ
അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഈ ഒരു വചനത്തിൻ്റെ സംരക്ഷണം നമ്മളെല്ലാവരിലേക്കും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു നേട്ടമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ ഈശോ നമ്മളെ സമർപ്പിക്കുകയാണ്. ആമേൻ. കാരുണ്യവാനായ പൊന്നു തമ്പുരാനെ, അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തെ ഓർത്ത് നന്ദിയോടെ സ്മരിക്കുന്നു. ഈശോയുടെ കൂടെ ഞങ്ങളായിരിക്കുവാനും ഈ ലോകത്തിൻ്റെ എല്ലാ ദുഷ്പ്രവണതകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അനുതപിച്ച് പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിലായിരിക്കുമ്പോൾ ഈശോ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന അനുഭൂതിയെ ഓർത്ത് പിതാവ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യോഹന്നാൻ 17-ാം അധ്യായത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഒത്തിരിയേറെ നന്ദിയോടെ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ എന്നുള്ള അങ്ങയുടെ ഈശോയെ, അങ്ങയുടെ പ്രാർത്ഥന പിതാവായ ദൈവത്തോട് ഞങ്ങളെ ചേർത്ത് നിൽക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ആ ആഗ്രഹത്തെയൊക്കെ ഓർത്ത് പിതാവെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈശോയെ, പൊന്നീശോയെ, ഈ ഒരു കാലയളവിൽ ഞങ്ങൾ ചെയ്തു പോയ വലിയ തെറ്റുകളും വലിയ കുറവുകളും അങ്ങേ മറന്നുപോയ നിമിഷങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ഹൃദയത്തെ നവീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ വീണ്ടും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്ത് നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ. കർത്താവേ, അങ്ങ് വെളിപ്പെടുത്തിയ നാമത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അവർ അങ്ങയുടേതായിരുന്നു. അങ്ങ് എനിക്ക് നൽകിയ അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. ഈശോയെ, അവിടുത്തെ വചനം പാലിക്കുവാനും ഞങ്ങൾ ശ്രമിക്കുന്നു. കാരുണ്യവാനായ പൊന്നു തമ്പുരാനെ, വചനത്തിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളിൽ മക്കളിലൊക്കെ ഉണ്ടാകുമാറാട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരിലേക്കും ഈ വചനത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും കൊണ്ട് നിറയട്ടെ. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് പിതാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈശോയെ ഞങ്ങളെ ഒരുക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്മരിക്കുന്നു. ആമേൻ.